ശാന്തി. നമ്മൾ സ്വർണിമ ഭാരതത്തെ ഏതിനെയാണോ നമ്മൾ പറയുന്നത് സത്യയുഗത്തിന്റെ ലോകമെന്ന്, നമ്മൾ അതിനെ ഓർമ്മിക്കുമ്പോൾ കൂടെ ഈ സങ്കല്പവും ഉണ്ടാകുന്നു. നമ്മൾ എത്രമാത്രം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ആ സ്വർണിമ ലോകത്തിനായിക്കൊണ്ട്. നമുക്ക് കാണാം, ഇപ്പോഴും പലരുടെയും ഉള്ളിൽ ഇപ്രകാരത്തിലുള്ള പല സ്വഭാവങ്ങളുമുണ്ട്. അവയെ നമുക്ക് ത്യാഗം ചെയ്യേണ്ടി വരും. സ്വർഗത്തിൽ പോകുന്നതിനായിക്കൊണ്ട് അഥവാ സ്വർണിമ ഭാരതത്തെ തയ്യാറാക്കുന്നതിനു വേണ്ടി എത്രമാത്രം ഓരോരുത്തരും തയ്യാറാകുന്നുവോ, എത്രമാത്രം നമ്മുടെ വൃത്തി സ്ഥിതി പൂർണ്ണമായും സതോപ്രധാനതയിലേക്ക് പോകുമ്പോൾ അത്രയും വേഗം നമ്മുടെ എല്ലാവരുടെയും സഹയോഗത്താൽ പരംപിത പരമാത്മാവ് സ്വർഗലോകം സ്ഥാപന ചെയ്യും. വേഗം തന്നെ ആ സ്വർണിമ ലോകം വരിക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ സ്വയത്തെ നോക്കുമ്പോൾ അനുഭവത്തിന്റെ ആധാരത്തിൽ പറയാൻ സാധിക്കും, ഒരു വിശേഷ സംസ്കാരം അഥവാ ശീലം കുറെ ആളുകളിൽ കാണാൻ സാധിക്കും. അതാണ് അസാവധാനത അഥവാ ക്ഷമയില്ലായ്മ. ഇന്നത്തെ കാലത്താണെങ്കിൽ ലോകം സാവധാനതയ്ക്ക് അത്രയധികം മഹത്വം നൽകുന്നില്ല. ഈ ലോകത്ത് എല്ലാം വളരെ ഫാസ്റ്റ് ആണ്. തങ്ങളുടെ സങ്കല്പങ്ങൾ വളരെ ഫാസ്റ്റ് ആണ്, വാക്കുകളും കൂടാതെ കർമ്മങ്ങളും. അതായത് സ്പീഡാണ് എല്ലാം. സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എത്രയാണോ താങ്കളുടെ കമ്പ്യൂട്ടറിന്റെ സ്പീഡ്, അത്രയാണ് അതിന്റെ വില. എത്രയാണോ വാഹനത്തിന്റെ വേഗത, അത്രമാത്രം അതിന്റെ മഹത്വം കൂടും. ഒരു കാര്യത്തിലും സ്പീഡിന് അത്രയധികം മഹത്വം നൽകുന്നു. എന്നാൽ സ്വയത്തിന്റെ കാര്യം വരുമ്പോൾ ഞാൻ പറയും, നമ്മുടെ ഈ ശീലമുണ്ടല്ലോ, അസാവധാനതയുടെ സ്ഥിതിയുടെ നമ്മൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നു. പല പ്രകാരത്തിലുള്ള നഷ്ടങ്ങളും അതുകൊണ്ടുണ്ടാകുന്നു. നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കാം. നമ്മുടെ സ്ഥിതി നമ്മൾ എങ്ങനെ സാവധാനതയിലേക്ക് കൊണ്ടുവരും? അതായത് മറ്റാത്മാക്കളോടുള്ള പെരുമാറ്റത്തിലും നമ്മുടെ കർമ്മവും വ്യവഹാരവും സാവധാനതയുടെ സ്ഥിതിയുടെ ആധാരത്തിലായിരിക്കണം. അതായത് ഓരോ കാര്യത്തിലും എപ്രകാരമാണോ നമ്മൾ പ്രതികരിക്കുന്നത്, അവിടെയും അസാവധാനത വരുന്നു. താങ്കൾ എന്തോ പറഞ്ഞു, എനിക്കത് ഇഷ്ടമായില്ല, ഞാൻ പ്രതികരിച്ചു. പിന്നീട് ചിലപ്പോൾ ഞാൻ പശ്ചാത്തപിക്കുകയും ചെയ്തേക്കാം, ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. എന്നാൽ എന്തു ചെയ്യും, അത് സംഭവിച്ചു പോയി, വളരെ വൈകിപ്പോയി. പ്രകാരമാണോ വില്ലിൽ നിന്നും അമ്പെയ്യുന്നത്, അപ്രകാരം പിന്നീട് അമ്പിന് തിരിച്ചു വരാൻ സാധിക്കില്ല. നിസ്സംശയം അമ്പെയ്തു. പിന്നീട് താങ്കൾ കാണുകയാണ്, അത് ലക്ഷ്യസ്ഥാനത്തായിരുന്നില്ല, തികച്ചും വ്യത്യസ്തമായ ഭാവനയോടുകൂടി മറ്റൊന്നിന് നേരെ പോയി. എന്നാൽ താങ്കൾക്ക് അതിനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? ഇല്ല. നമ്മുടെ വായിൽ നിന്നും നാം എന്തെല്ലാം വാക്കുകളാണോ ഉച്ചരിക്കുന്നത്, അവയെ തിരിച്ചെടുക്കുക എന്നത് സംഭവ്യമല്ല. മെഷീനിൽ നിന്നും വളരെ പ്രാവശ്യം താങ്കൾ സന്ദേശം അയച്ചിരിക്കാം. പെട്ടെന്ന് താങ്കൾക്ക് ബോധ്യം വരുന്നു, താങ്കൾ അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. എന്നാൽ വായിൽ നിന്നും എന്തെല്ലാം വാക്കുകളാണോ പുറത്തു വരുന്നത്, അതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്രകാരം നോക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അതിനുള്ള കാരണമാണ്, നമ്മൾ നമ്മുടെ സിദ്ധികളെ ദേഹാഭിമാനത്തിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ദേഹബോധത്തിന്റെ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ പ്രതികരണത്തെ നിയന്ത്രിക്കാനാവുന്നില്ല. പറയാറുണ്ട്, ശീലമായി പോയി. ഇപ്രകാരം നമ്മിൽ പതിഞ്ഞിരിക്കുന്ന വിവിധ തരത്തിലുള്ള ശീലങ്ങൾ, ഇത്തരത്തിലുള്ള ശീലങ്ങൾ നമ്മെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും മാറ്റി നിർത്താനാവില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ഒരു ഓട്ടോ പൈലറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അക്ഷമയുടെ സ്ഥിതി ഇന്നത്തേത് മാത്രമല്ല, നമ്മൾ
ചെറുപ്പത്തിലും വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുമായിരുന്നു. താങ്കളുടെ ജീവിത കഥ ഒന്ന് നോക്കൂ. എല്ലാവരുടെയും ആവില്ല, എന്നാൽ അധികം പേരുടെയും ഇങ്ങനെയാകും. താങ്കൾ ഒന്ന് നോക്കുകയാണെങ്കിൽ കാണാം, കുട്ടിക്കാലത്തും അനിയത്തിക്ക് എന്തെങ്കിലും നല്ല കാര്യം കിട്ടി, താങ്കൾ അതിനെ പിടിച്ചു വാങ്ങിക്കാൻ തയ്യാറായി. അല്ലെങ്കിൽ അനിയന് എന്തെങ്കിലും നല്ല വസ്തു കിട്ടി, താങ്കൾ അത് കൈനീട്ടി വാങ്ങിച്ചെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അച്ഛനമ്മമാരുടെ കൈവശം ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, താങ്കൾക്ക് വേണ്ടിയുള്ളതുമുണ്ട്. എന്നാൽ ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു പ്രതികരണശീലം, പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു, പെട്ടെന്ന് എന്തെങ്കിലും കേട്ടു, നമ്മൾ റിയാക്ട് ചെയ്തു. ഈ പ്രതികരണശീലത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതിൽ ക്ഷമാശീലത്തിന്റെ കുറവ് കൂടിക്കൂടി വന്നു. ഇങ്ങനെയല്ല, മുതിർന്നവരായപ്പോൾ നമ്മൾ വിവേകമുള്ളവരായി തീർന്നു. കുറെ പേരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയായിരിക്കാം, എന്നാൽ പൊതുവായി പറഞ്ഞാൽ അങ്ങനെയല്ല. എന്തെല്ലാം ശീലങ്ങളുണ്ടായിരുന്നോ അതെല്ലാം നമ്മൾ മുറുകെ പിടിച്ചു വെച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് എത്രമാത്രം ദേഹബോധമുണ്ടായിരുന്നോ, 8 വയസ്സ് പ്രായം, 10 വയസ്സ് പ്രായം, സമയം കഴിഞ്ഞു പോയപ്പോൾ ദേഹബോധത്തിന്റെ ശീലം കൂടിക്കൂടി വന്നു. അതിനോടൊപ്പം തന്നെ അസാവധാനതയുടെ അല്ലെങ്കിൽ അക്ഷമയുടെ സ്വഭാവവും കൂടിക്കൂടി വന്നു. കാരണം പ്രതികരണം ഓട്ടോ പൈലറ്റ്. ഇതിന് എങ്ങനെ നമ്മൾ പരിവർത്തനം കൊണ്ടുവരും? പരിവർത്തനം അപ്പോഴാണ് ഉണ്ടാകുന്നത് എപ്പോഴാണോ നമുക്ക് ഇത് ബോധ്യം വരുന്നത്, അല്ലെങ്കിൽ അനുഭവം ചെയ്യുന്നത്, ഈ ശീലം എനിക്ക് ത്യാഗം ചെയ്യുക തന്നെ വേണം, പൂർണ്ണമായും ഉപേക്ഷിക്കണം. ത്യാഗം എന്നത് വളരെ വലിയ ഒരു സബ്ജക്റ്റാണ്. എന്നാൽ ഒരു ശീലം അത്ര നല്ലതല്ല എങ്കിൽ അതിനെ ഉപേക്ഷിക്കുക എന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇക്കാര്യം ബോധ്യം വന്നാൽ മാത്രം മതി. ഈ ശീലം കൊണ്ട് എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. ഈ കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എത്രമാത്രം ആത്മസ്മൃതിയിൽ ഇരിക്കുന്നുവോ, ഞാൻ ആത്മാവാണ്, ഞാൻ ശാന്തസ്വരൂപമാണ്, ഞാൻ ജ്യോതിസ്വരൂപമാണ്, ഞാൻ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്, ഭ്രുകുടി മധ്യത്തിൽ നിവസിക്കുന്ന ആത്മാവാണ്. എത്രമാത്രം ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാനിച്ചുകൊണ്ട് അതനുസരിച്ച് പെരുമാറുന്നുവോ, അതനുസരിച്ച് പിന്നീട് ചിന്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക, ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കുക, ചിന്തിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. അതെങ്ങനെയാണ്? എനിക്കറിയാം, ഇപ്പോൾ ഇവരെന്തോ പറഞ്ഞു, ഈ റിയാക്ഷൻ എന്നിൽ നിന്നും വരാൻ പോവുകയാണ്. സ്വയത്തെ നമുക്കറിയാമല്ലോ. എങ്കിൽ എപ്പോഴാണോ അവരെന്തെങ്കിലും പറയുന്നത്, അപ്പോൾ ഞാൻ കൂടുതൽ സങ്കല്പങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കില്ല. സങ്കല്പങ്ങളെ ഫിനിഷ് ചെയ്ത് ആ ആത്മാവിനെ പ്രതി ഞാൻ ഗുഡ് വിഷസ് വയ്ക്കും, ശുഭഭാവന വയ്ക്കും. ഗുഡ് വിഷസ് മാത്രം. ഇത് നമ്മുടെ ശീലമായി മാറുമ്പോൾ, ആത്മസ്മൃതിയിലിരിക്കുന്നതിൻ്റെ ഇതൊരു ശീലമായി മാറുമ്പോൾ, അക്ഷമയുടെ അഥവാ അസാവധാനതയുടെ സ്ഥിതി ഇല്ലാതാകും. ദേഹാഭിമാനമുണ്ടെങ്കിൽ ഓട്ടോ പൈലറ്റ്. നമ്മുടെ പ്രതികരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നാം ആത്മസ്മൃതിയിലിരിക്കുകയാണെങ്കിൽ, ആത്മസ്മൃതിയിലൂടെ തീർച്ചയായും പരിവർത്തനമുണ്ടാകും. നമ്മൾ പുതിയ തരത്തിലുള്ള സംസ്കാരങ്ങളുടെ പാറ്റേൺ ഉണ്ടാക്കും. വാസ്തവത്തിൽ അവ പൂർണ്ണമായും പുതിയതല്ല. എപ്പോഴാണോ നമ്മൾ പൂർവകൽപ്പത്തിൽ, പൂർവചക്രത്തിൽ ആ ദേവതാ കുലത്തിലെ ആത്മാക്കളായിരുന്നുവോ? തീർച്ചയായും ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എപ്പോഴാണോ ആ സ്മൃതി വരുന്നത്, അതോടൊപ്പം തന്നെ സതോപ്രധാന സംസ്കാരങ്ങൾ എമർജ് ആവുന്നു. എന്നാൽ നോക്കൂ, കൽപ്പം മുൻപുള്ള കാര്യങ്ങൾ കുറച്ച് ദൂരെയുള്ള കാര്യങ്ങളാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാം. ആത്മാവിൽ ശ്രേഷ്ഠ സംസ്കാരങ്ങളുമുണ്ട്, മധ്യത്തിലുള്ളവയുമുണ്ട്,
പിന്നെ മറ്റു കുറച്ചുമുണ്ട്. അതിനാൽ നാം ആഗ്രഹിക്കുന്നു നമ്മളിൽ ഉണ്ടായിരുന്ന ഉയർന്ന ശ്രേഷ്ഠ സംസ്കാരങ്ങളെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരണം, എമർജ് ആക്കണം. നമ്മുടെ കാര്യവ്യവഹാരങ്ങളിൽ അവയെ വീണ്ടും കൊണ്ടുവരണം. പിന്നീട് ആ പ്രവൃത്തി തികച്ചും പുതിയതായി നമ്മിൽ പതിയും. താങ്ക് യു. ഓം ശാന്തി. സ്വരാജ്യത്തിലൂടെ സ്വർണിമ ഭാരതം.